ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. പോണം, അതും ലുലുവിൽ പോകണം. അപ്പോൾ നമ്മൾ കുറേ നാളായി ലുലുവിലൊക്കെ ഒന്ന് പോയിട്ട്, അപ്പം ലുലുവിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം അനങ്ങിയണെങ്കിൽ വരുന്നുണ്ടല്ലോ. അപ്പം മെയിൻ ടാസ്ക് ആദ്യമേ ലുലു പോകണം. ഇച്ചിരി സീനാണ്, കാരണം കണ്ടൂർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആള്. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നു ഗൈസ്. അപ്പം നമ്മളെന്തായാലും പോവാണ് കേട്ടോ. പോയിട്ട് അങ്ങനെ നമ്മൾ കാപ്പിയെ കുടിച്ച് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് 2-3 ദിവസത്തിന് ശേഷം ചെറിയൊരു വെയിൽ കണ്ടു. അപ്പോൾ നമ്മളുള്ള തുണിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ടാണ് നേരെ ലുലുവിലോട്ട് പോയത്. പിന്നെ അടുത്ത ദിവസം അതിൻ്റെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ആവറേജ് തിരക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വേറെ എവിടെ പോയാലും ലുലുവിൻ്റെ എൻട്രൻസ് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അവിടെ ഫണ്ടൂർ ആയിട്ടെന്നുള്ളത്. പിന്നെ ചെറിയ രീതിയിൽ ഒരു വഴക്കും വാശിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നേരെ ഫണ്ടൂറിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് വണ്ടി കയറിയപ്പോൾ തന്നെ അവൻ്റെ തന്നെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങാൻ ഭയങ്കര വാശിയുണ്ട്. പിന്നെ ഒരു വ്യക്തി പിടിച്ച് വലിച്ചാണ് നമ്മൾ അവനെ അവിടെ നിന്ന് ഇറക്കിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ഗെയിംസ് കണ്ടപ്പോൾ കളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഒരേ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ആ അടിക്കുന്ന സാധനം അടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഹൈ സ്കോർ 849 ഫസ്റ്റ് തന്നെ അടിച്ചപ്പോഴത്തേക്കും ചീറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തൂക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അടിച്ചപ്പം ഏകദേശം അടുത്ത് വന്നു. പക്ഷേ അതും സക്സസ്ഫുള്ളി ചീറ്റി പോയിട്ടോ. പിന്നെ എന്നാൽ ഞാനൊന്ന് അടിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അടിച്ച് നോക്കി. പക്ഷേ അച്ഛൻ അടിച്ചതും 7 പോലും വന്നില്ല, 700 സംതിങ് വന്നപ്പോഴത്തേക്കും ചീറ്റി പോയിട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ട് അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും കൊണ്ട് ഈ ഒരു റൈഡിൽ കയറാൻ പോയിട്ടോ. ആദ്യമൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കുഴപ്പമില്ല, നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു. പിന്നെ എപ്പോൾ നമ്മൾ ലുലുവിൽ വന്നാലും ഫസ്റ്റ് ട്രൈ ചെയ്യുന്നൊരു ഗെയിമാണ് കേട്ടോ ഈ പാവ എടുക്കുന്നത്. വിച്ചുവിന് മാത്രം എന്താണെന്നറിയത്തില്ല, ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2 പാവ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു പാവയിൽ ഒന്ന് ഓറഞ്ചും ഒന്ന് ഒരു വൈറ്റ് വാഷും കൂടി നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള 2 പാവകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വട്ടം ലുലുവിൽ വരുമ്പോഴും ഒരു വട്ടമെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ലക്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് പറയാം. ഇതുപോലെ കുഞ്ഞു പാവയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആകുമ്പോൾ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ ഈ കളറിലുള്ള പാവ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല കേട്ടോ. അതുപോലെ തന്നെ അച്ഛന് പറഞ്ഞാൽ ട്രൈ ചെയ്തു, അത് നമുക്ക് എൻഡിൽ വന്നപ്പോഴത്തേക്കും അതിങ്ങനെ പിടിച്ചിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടലി 2 പാവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതുകൊണ്ട് വീണ്ടും റൈഡൊക്കെ കയറാൻ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു വണ്ടിയിൽ കൊണ്ട് കുറച്ച് നേരം കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ലിഫ്റ്റിൽ പോകുമ്പോഴത്തേക്കും പുള്ളിയുടെ വിചാരം ഇത് ഏതോ വലിയ റൈഡാണെന്നാണ് കേട്ടോ. അവൻ്റെ ഫേസിൽ പെട്ടെന്നൊരു ചിരി വരും. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അല്ല ലിഫ്റ്റേക്ക് കയറുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് വന്നു കേട്ടോ. ഹൈപ്പറിലോട്ട് പോവാണ്. കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ട്. കുറച്ച് സാധനങ്ങളൊന്നും കേട്ടോ, ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജ്വല്ലറി കണ്ടിട്ട് പോയതല്ല കേട്ടോ. ഞങ്ങൾ ഷോർട്ട് എടുത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടോയ്സിനും പിന്നെ നമ്മൾ വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്ലോർ മാറ്റും പിന്നെ എന്താണ് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി കോട്ട് സിംഗിൾ ഡബിൾ ബെഡ്ഷീറ്റൊക്കെ നല്ല ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബാത്ത് ടവൽ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷെഫ് ലൈൻ്റെ ഒക്കെ 3 പീസിനൊക്കെ 500 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ ദോശത്തവ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ 1000 സംതിങ് ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ ഈ 5 പീസ് സെറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയെന്നാണ് കേട്ടോ ഈ സാധനം. അതായത് എനിക്ക് എങ്ങനെ കിടന്നാലും നെക്കിന് കംഫർട്ട് ഇല്ലാണ്ട് ഭയങ്കര ബെഡൽ വേനായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു നെക്ക് കംഫർട്ട് പോലത്തെ ഒരു ഭയങ്കര സോഫ്റ്റ് മെമ്മറി ഫോം എന്ന് പറഞ്ഞിട്ടൊരു പില്ലോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ, ഹൈപ്പറിലല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഏട്ടായി ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലെയിൻ കളർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ആഷും ബ്ലാക്കൊക്കെ. അപ്പോൾ എനിക്ക് ഈ ബ്ലാക്ക് കളറും ഈ ബ്രൗൺ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരാളവിടെ കണ്ടിട്ട് അത് എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് അത് മതിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. എന്താ പറയുക, പഞ്ഞിയിൽ ഇങ്ങനെ തൊടുന്ന ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം എടുത്ത് തന്നെ ഫിക്സ് ചെയ്ത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നോൾട്ടയുടെ നല്ല ഗ്ലാസ് ആയിട്ട് ജ്യൂസ് സെറ്റാണ് കേട്ടോ. ശരിക്കും ഇത് ജ്യൂസിൻ്റെ ഗ്ലാസും അതിൻ്റെ ജഗ്ഗൊക്കെയാണ് കേട്ടോ. അത് വേണം നമ്മൾ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് എന്താണെന്നറിയോ, പൈസ നോക്കാണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും സാധനം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് ദൈവം സഹായിച്ച് എനിക്കിപ്പം ഏകദേശം പറ്റുന്നുണ്ട്. അങ്ങനെ ഇത്രയും സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യക്കൂട്ടന് ഉറങ്ങുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഹൈപ്പറിൽ കയറിയപ്പോൾ തന്നെ ആദ്യക്കൂട്ടന് ഏകദേശം ഉറങ്ങി വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം 2-3 ദിവസത്തെ വീഡിയോസ് ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊടുവഴിക്ക് പോന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ വഴി സൈഡിൽ നമ്മുടെ തൊഴിൽക്കാർക്ക് ഏകദേശം അറിയായിരിക്കും കേട്ടോ. വഴി സൈഡിൽ വെങ്ങല്ലൂർ സിഗ്നലിൻ്റെ അടുത്തിരുന്ന് ലഡു ഉണ്ടാക്കുന്ന ചേട്ടൻ ഭയങ്കര വലിയ ലഡുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ പോയത് ഒരു ഫിനാൻസിലോട്ടാണ് കേട്ടോ. എൻ്റെ ആദ്യക്കുട്ടിന് കുറച്ച് ഗോൾഡ് പണയം ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നേരെ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ടോയ്സ്
സ്റ്റോറിൽ പോയിട്ട് അവൻ 2-3 കാർ വാങ്ങിച്ചിട്ട് അവന് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ജീവനേ കാറിലാണ് കേട്ടോ. അവൻ എവിടെ പോയാലും അത് എടുക്കാണ്ട് പോകത്തില്ല. പിന്നെ നേരെ പോയത് വീട്ടിലോട്ട് കുറച്ച് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മഹാറാണി പോയിട്ട് എടുത്തത്. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കുറേ കളക്ഷൻസ് ഒക്കെ ചേട്ടൻ അമ്മേനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാടാണ്. കാരണം കൂടുതലും കോട്ടൺ ബ്ലെൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പുതിയ കുറേ കളക്ഷൻസ് ഒക്കെ ചേട്ടൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു 2-3 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മേളിത്തെ റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് 1-2 സെപ്പറേറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് കുറച്ച് സാരി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് ഓണക്കോടിയോട് കൊടുക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു. അതുകൂട്ടൻ എപ്പോഴും വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അവൻ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഏകദേശം സാരിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പോകാനുള്ള നമുക്കൊരു ഷൂട്ടിൻ്റെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ. നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ടോപ്പ്. ഇതുകൊണ്ട് ഈ സെയിം പ്രിൻ്റ് ഉള്ളതാണ്. ഇത് ആദ്യക്കുട്ടൻ ഒരു കുഞ്ഞി കുർത്തായി ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരാളപ്പോഴത്തേക്കും ട്രൈ ചെയ്തിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ചേർന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാവുമെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. ആദ്യക്കുട്ടൻ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കളർ അവന് നല്ല രീതിക്ക് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ആക്സറീസ് ഒക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് ഡാസിൽസിലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ വളയാണ് ചൂസ് ചെയ്യാൻ പോയത്. കാരണം എനിക്ക് കറക്റ്റ് കളർ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വള ട്രൈ ചെയ്ത് നോക്കി. ഡ്രസ്സും കൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് ഈ വൈറ്റ് സ്റ്റോൺ വെച്ച് നോക്കി. പിന്നെ അതേ സെയിം ബ്ലാക്ക് സ്റ്റോൺ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളയൊക്കെ സെറ്റാക്കി നമ്മൾ ലാസ്റ്റ് ഒരു ചോക്കർ ജ്യൂസ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വീട്ടിൽ വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കാരണം മാക്സിമം നമ്മൾ രാത്രിയിലെല്ലാം തീർത്തു പോകും കേട്ടോ. കാരണം രാവിലെ നമ്മളിപ്പോൾ ഇൻ കേസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കിടക്കാനാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ജോലി അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതെല്ലാം കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലത്തേക്കുള്ള ഫുഡ് നമുക്ക് എന്തായാലും വീട്ടിൽ വന്ന് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുറച്ച് കൂന്തൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കൂന്തൽ കണവാന്നൊക്കെ പറയൂട്ടോ എല്ലായിടത്തും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ക്ലീൻ ചെയ്താണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം. പിന്നെ എന്നെ പേഴ്സണലി മെസ്സേജ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എന്താ പറയുക ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്ക് അവരുടെ അടുത്ത് ഒരേ ഒരു അഡ്വൈസേ കൊടുക്കാവുള്ളൂ. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫേ നല്ല രീതിക്ക് ചേഞ്ച് ആയിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഒരുപാട് നല്ല സന്തോഷങ്ങളൊക്കെ എനിക്ക് തന്നത് യൂട്യൂബ് മാത്രമാണ്. എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ നല്ല രീതിക്ക് ജീവിക്കുന്നത് എന്നുള്ളത്. അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, കുശുമെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ആയിട്ടുള്ളത്. കാരണം എൻ്റെ അച്ഛനൊരു ഡ്രൈവറാണ് കേട്ടോ. അച്ഛൻ ബസ്സിലും നാഷണൽ പെർമിറ്റ് ലോറിയിലൊക്കെ ഉറക്കൊളിച്ച് ഒരുപാട് പണിയെടുത്തിട്ടാണ് എന്നെയൊക്കെ പഠിപ്പിച്ച് ഡിഗ്രി വരെ പഠിപ്പിച്ച് പാസ്സാക്കി എടുത്തത്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മയാണെങ്കിലും ഒരുപാട് തുണിക്കടയിലൊക്കെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ നോക്കിയത്. അപ്പം എൻ്റെ +2 കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അമ്മയുടെ കൂടെ കടയിൽ പോയിട്ട് കസ്റ്റമർ സർവീസിലൊക്കെ ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അറിയാവുന്നവർക്കൊക്കെ കുറേ അറിയാമായിരിക്കും കേട്ടോ. അവിടെ നിന്ന് ഈ 4 ആൾ അറിയുന്ന രീതിയിൽ കെപ്പിക്കപ്പിൾസ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെയും ബിച്ചുവിൻ്റെയും ഒരുപാട് രാത്രിയിൽ ഉറക്കോളച്ചുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് മാത്രമല്ല നിങ്ങൾക്കാണെങ്കിലും പറ്റും. കാരണം ഫസ്റ്റ് വീഡിയോ കിട്ടപ്പോഴത്തേക്ക് ഒരുപാട് കളിയാക്കി ഇവരൊക്കെ എന്ത് തോന്നിയാസം കാണിക്കണം, എന്ത് കോപ്രായം കാണിക്കുന്നതെന്ന് പറഞ്ഞവരുടെ അടുത്തുനിന്ന് ഇപ്പോൾ 4 ആൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛന് വയ്യാണ്ടായപ്പോൾ എനിക്ക് അച്ഛൻ എങ്ങും പോകണ്ട വീട്ടിലിരുന്നാൽ മതി എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. പിന്നെ എല്ലാ കാര്യത്തിനും ഒരുപാട് പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും. നമുക്കൊക്കെ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നിർത്തി പോയാലോ എന്ന് വരെ തോന്നിപ്പോകും. പക്ഷെ പറയുന്നവർ അവിടെ ഇരുന്ന് പറയും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കുള്ളത് നമ്മൾ തന്നെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബ് കൊണ്ട് നടക്കുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത്, ഒരു പാഷൻ്റെ പുറത്ത്, പിന്നെ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടും കൂടെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിനെ കാണുന്നത്. ബൈ പ്രൊഫഷൻ ഞങ്ങൾ 2 പേരും സോഫ്റ്റ്വെയർ എംപ്ലോയീസ് ആണ്. വിച്ചുവാണെങ്കിൽ 8 വർഷത്തോളം ആയിട്ട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യക്കുട്ടൻ്റെ കേസ് വന്നപ്പോഴാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. ഞങ്ങളാണെങ്കിലും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കൊന്നും പോകാനും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കുള്ളത് ദൈവം തന്നെ തരും. അതിപ്പോൾ യൂട്യൂബിൽ നിന്നായാലും വേറെ എവിടെ നിന്നാലും. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരുപാട് കാട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ന്യൂസ് ചാനലിലായിരിക്കും കൂടുതലും വരിക. പിന്നെ നമ്മളൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ടേക്ക്